ഓണത്തിന് മുൻപ് തന്നെ നമ്മളുടെ ഒരു മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓണത്തിന് മുൻപ് നമ്മൾ എല്ലാ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയെങ്കിലേ ഓണത്തിന് മുൻപ് സെയിൽസ് നടക്കുകയുള്ളൂ. ഓണത്തിന്റെ അന്നായിരിക്കില്ല നമ്മളുടെ സെയിൽസ് നടക്കുക, ഓണത്തിന് മുൻപ് തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാ സെയിലുകളും നടക്കുക. അപ്പോൾ നമ്മളുടെ ഒരു ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്നത് സാധാരണ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫ് സീസൺ ആണെങ്കിലും അതിന്റെ ബിഹൈൻഡ് കൂടെ ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റ്, എന്തൊക്കെ പ്രോഡക്റ്റാണ് നമ്മൾ ഷോപ്പിൽ ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുക. ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള നമ്മളുടെ കുറച്ച് ഐറ്റംസ് എല്ലാം നമ്മൾ ലിസ്റ്റ് ഇട്ട് നമ്മൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് ഒരുപാട് കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ മുൻപേ തന്നെ ചെയ്ത് ഒരു 2 മാസം മുൻപ് തന്നെ അതെല്ലാം ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മളുടെ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലൂടെയാണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിലും പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഓണത്തിന് മുമ്പ് നമുക്കറിയാം നാട്ടിലൂടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ പോകുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു വിസിബിലിറ്റി കൂട്ടാനുള്ള മെത്തേഡ് സോഷ്യൽ മീഡിയ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റീൽസിലൂടെയും അതുപോലെ തന്നെ പോസ്റ്റിലൂടെയൊക്കെയാണ് നമ്മൾ കൂടുതലും വിസിബിലിറ്റി കൂട്ടുന്നത്. നമ്മൾ റീൽസ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നമ്മൾ റീൽസ് ഇടുക എന്നതാണ് 2 മാസം മുൻപ് പോലെ നമ്മൾ റീൽസ് ഇട്ട് തുടങ്ങാം. അതായത് ആ റീൽസ് ഇടുമ്പോൾ തന്നെ ഒരു ഓണത്തിന്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഓണത്തിന്റെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓണത്തിന്റെ വൈബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ക്യാമറയിലൂടെ കാണുന്നത് കുറച്ച് ഒരു ഏരിയ മാത്രമായിരിക്കും. ആ ഒരു ഏരിയയിൽ നമ്മളൊരു ഓണത്തിന്റെ വൈബ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ജമന്തി പൂമാല അങ്ങനെയൊക്കെ ഉള്ളത്, പിന്നെ ഒരു ആട്ടൂഞ്ഞാല, അങ്ങനെയൊക്കെ ഒരു ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വീഡിയോസ് എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ട്രയൽ ചെയ്ത് നമ്മുടെ അറ്റയർ വെയർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസും അങ്ങനെയുള്ള റീൽസുകളും കാര്യങ്ങളൊക്കെ ഇടുക. സ്റ്റൈൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ബിഹൈൻഡ് സീൻ, നമ്മളിപ്പോൾ കസവ് സാരികളൊക്കെ കൂടുതൽ പെയിന്റിങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കസവ് സാരിയിൽ കൂടുതൽ പാച്ചസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഓണത്തിന് അറ്റയർ ഇറക്കാൻ തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ ബിഹൈൻഡ് സീന്, നമ്മൾ എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് മേക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു ബിഹൈൻഡ് സീൻ ആയിട്ടുള്ള വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് ആളുകൾക്ക് ആ ഒരു വിസിബിലിറ്റി ഉണ്ടാവുള്ളൂ. ഇന്ന ഷോപ്പിൽ ഇതുപോലെയുള്ള പ്രോഡക്റ്റുകളുണ്ട്, ഇപ്പോൾ നല്ല പട്ടുപാവാടയിൽ നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതിയ രീതിയിൽ എന്തെങ്കിലും സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളതോ അങ്ങനെ പ്രത്യേകമായിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റൈലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ഒരു 2 മാസം മുന്നേ മുതൽ ഇട്ട് തുടങ്ങുക എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് ഓഫർ സെറ്റ് ചെയ്യുക. അതായത് ഒരു ഓണത്തിന് മുൻപ് നമ്മൾ ഓഫറുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബൈ 2 get 1 ഫ്രീ അങ്ങനെയുള്ള ഓഫറുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 250 rupees ഓഫ് അല്ലെങ്കിൽ 50% ഓഫ്, അങ്ങനെ നിരവധി ഓഫർ സെറ്റിങ്ങുകളൊക്കെ നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂപ്പണായിട്ട് കൊടുക്കുക. VIP കസ്റ്റമേഴ്സിനൊക്കെ ആണെങ്കിൽ അവർക്ക് എക്സ്ട്രാ റെഗുലർ കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് VIP കൂപ്പൺ കൊടുക്കുക. അങ്ങനെ നിരവധി ഓഫർ സെറ്റിങ്ങുകളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ പേയ്മെന്റ് മെത്തേഡുകൾ വളരെ ഈസി ആക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഓണത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് ഫാസ്റ്റ് ആയിട്ട് തന്നെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന മെത്തേഡിലാണെങ്കിലാണ് കൂടുതൽ ആളുകൾ അവർക്ക് പെട്ടെന്ന് വാങ്ങിക്കാനൊക്കെ. നമ്മുടെ പേയ്മെന്റ് ഗേറ്റ് വേ ഒക്കെ ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ഗേറ്റ് വേ ഒക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുക. വെബ്സൈറ്റിലൂടെയാണ് സെയിൽസ് നടത്തുന്നതെങ്കിൽ പേയ്മെന്റ് ഗേറ്റ് വേ ഒക്കെ വളരെ ഏറ്റവും കുറഞ്ഞ ടാക്സുകളൊക്കെ വെച്ചിട്ടുള്ള നല്ല മെത്തേഡിലുള്ള അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് വരുന്ന പേയ്മെന്റ് ഗേറ്റ് വേ മെത്തേഡുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് എല്ലാ തരത്തിലുള്ള പേയ്മെന്റുകളും യൂസ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ ഷോപ്പ് സജ്ജമാക്കുക. അതായത് ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ ആ പേയ്മെന്റ് ഗേറ്റ് വേ എല്ലാം നമ്മൾ പേയ്മെന്റ് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻ നടത്താനുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഈസി ആക്കി വെക്കുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് ത്രൂവിൽ നമ്മളുടെ ഒരുപാട് പിക്ചേഴ്സ്, നമ്മുടെ വസ്ത്രങ്ങളുടെ നല്ല പിക്ചേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് നമുക്ക് അറിയിക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ ആ ഒരു ഓൺലൈനിലൂടെ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം മുന്നൊരുക്കങ്ങൾ ചെയ്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കുക. അതുപോലെ ഓഫ്ലൈനിലാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്യുക. ഓണത്തിൻ്റെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഡെക്കറേഷൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ എൻട്രൻസിലൊരു നമ്മളൊരു ഫ്ലെക്സ് വെക്കുകയും അതുപോലെ തന്നെ ഓണത്തിൻ്റെ ഓഫറുകൾ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വെക്കുകയും നമ്മുടെ എൻട്രൻസിൽ തന്നെ നമ്മുടെ ഓണത്തിൻ്റെ കളക്ഷൻസ് ആ പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആക്കത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുക. ഇത്രയൊക്കെ നമ്മൾ ഓഫ്ലൈനിൽ അല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ ഷോപ്പുകളിലുള്ള ഡെക്കറേഷൻസ് അങ്ങനെയെല്ലാം ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക.
അതുപോലെ നമ്മുടെ ലോയൽറ്റി കസ്റ്റമേഴ്സ് ഉണ്ടാവും, അവരിലൂടെ നമ്മളുടെ ഒരു സെയിൽസ് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ നമുക്ക് ഓഫറുണ്ട്, അതുകൊണ്ട് നമ്മുടെ ആളുകളെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും റെഗുലറായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ അവരിലൂടെ ഒന്ന് പുഷ് ചെയ്യുക സെയിൽസ്. അതുപോലെ നമ്മൾ ഇപ്പോൾ വാട്സപ്പിലാണെങ്കിൽ ഒരു 100 150 അല്ലെങ്കിൽ ആളുകളെ നമ്മൾ ഓൾറെഡി എപ്പോഴും ലോയലായിട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഓഫറുകളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ അവരിലേക്കും മെസ്സേജസുകൾ അയക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഈ ഓണത്തിൻ്റെ ഒരു വൈബ് നമ്മൾ എപ്പോഴും നമ്മുടെ ഓഫ്ലൈനിലും ഓൺലൈനിലും ഉള്ള ഒരു പ്രസൻസിൽ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈ സെയിൽസ് കൂട്ടാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ സെലിബ്രിറ്റീസിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല ഒരു ലോക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സെയിൽസ് ഇരട്ടിയാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും മെറ്റ ആഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ 1000 റുപ്പീസോ അല്ലെങ്കിൽ 2000 റുപ്പീസൊക്കെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബൂസ്റ്റ് പോസ്റ്റുകൾ ചെയ്യാം. അതായത് റീൽസൊക്കെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഒരു ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും, നമ്മുടെ ഷോപ്പിൻ്റെ വിസിബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഓണത്തിന്, അതായത് ഒരു ജൂൺ ജൂലൈ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ജൂലൈയിൽ ലാസ്റ്റ് വീക്കെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഓഗസ്റ്റിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു നല്ല രീതിയിൽ ഫുൾ ഫ്ലെഡ്ജിൽ തന്നെ ഇത് വർക്ക് ചെയ്തെങ്കിൽ നമ്മുടെ സെയിൽസ് വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവർക്കും സെയിൽസ് കൂട്ടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.